ഈ ചിത്രം കണ്ടില്ലേ? ദ മെഷീനിസ്റ്റ് എന്ന സിനിമയ്ക്കായി 29 കിലോ കുറച്ച് സിനിമയിലെ തൻ്റെ അപ്പിയറൻസ് കൊണ്ട് ലോകത്തെ തന്നെ ഞെട്ടിച്ച ക്രിസ്ത്യൻ ബെയിൽ. ഈ രണ്ട് ചിത്രങ്ങൾ നോക്കിയാൽ രണ്ടും ഒരാളാണോ എന്നൊരു സംശയം പോലും നിങ്ങൾക്കുണ്ടായേക്കാം. ഇതുപോലെ ഒരു കഥാപാത്രത്തിനായി ഏതറ്റം വരെയും പോകാൻ യാതൊരു മടിയുമില്ലാത്ത, നിരന്തരം തന്നെ റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നടന്മാർ ഇവിടെയുമുണ്ട്. ഒരുപക്ഷെ അക്കാര്യത്തിൽ ക്രിസ്ത്യൻ ബെയിലിനേക്കാൾ മുകളിലായിരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ആ ആക്ടറുടെ സ്ഥാനം. ഓരോ സിനിമ കഴിയുമ്പോഴും അയാൾ എങ്ങനെ വരുമെന്നോ എന്തെല്ലാം ചെയ്യുമെന്നോ ആർക്കും ഒരു പിടിയും ഉണ്ടാകില്ല. ഐ എന്ന സിനിമയ്ക്ക് വേണ്ടി അയാൾ കുറച്ചത് 30 കിലോയാണ്. പുതിയ സിനിമയായ തങ്കലാനിൽ പൊട്ടിയ വാരിയല്ലുമായി കടുത്ത ആക്ഷൻ രംഗങ്ങൾ ചെയ്തു തീർത്തു. ഇതെല്ലാം അയാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകില്ല. അതെ, ഇത് അയാളുടെ കഥയാണ്. കെനഡി ജോൺ വിക്ടർ എന്ന ചിയാൻ വിക്രം എന്ന അതിഗംഭീര നടന്ന കഥ. സിനിമയിൽ അറിയപ്പെടുന്ന നടനാകാൻ ആഗ്രഹിച്ച് പരാജയപ്പെട്ടു പോയ അച്ഛൻ വിനോദരാജിൻ്റെ മുഖം കണ്ടുകൊണ്ട് വളർന്ന കെനിക്ക് നടനാകാനുള്ള ആഗ്രഹം നന്നേ ചെറുപ്പത്തിലെ ഉള്ളിൽ കയറി കൂടിയിരുന്നു. അച്ഛന് സാധിക്കാതെ പോയത് എനിക്ക് നേടിയെടുക്കണമെന്ന വാശി ആ പയ്യൻ്റെ ഉള്ളിൽ ഒരു തീക്കനൽ എന്ന പോലെ ജ്വലിച്ചുകൊണ്ടേയിരുന്നു. പഠനകാലത്ത് നാടകങ്ങളിൽ ലഭിച്ച ചെറുതും വലുതുമായ വേഷങ്ങൾ ഒന്നൊഴിയാതെ ചെയ്തു. കരാട്ടയും നീന്തലും അശ്വാഭ്യാസവും അടക്കം തന്നിലെ അഭിനേതാവിന് മുതൽക്കൂട്ടാകുന്നതെന്തും അവൻ പരിശീലിച്ചു. ഉള്ളൊതുക്കിയ സിനിമാ മോഹം അച്ഛനോട് പറഞ്ഞെങ്കിലും പഠനത്തിൽ ശ്രദ്ധിക്കാനായിരുന്നു മറുപടി. തോൽവികളേറെ കണ്ട തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ പിന്തുടർച്ച മകനും സംഭവിക്കുമോ എന്ന ഭയം കാരണമാകാം വിനോദ് കെനിയുടെ അഭിനയ മുഖത്തെ നിരുത്സാഹപ്പെടുത്തിയത്. ചെന്നൈ ലൊയോള കോളേജിലെ പഠനകാലത്തും അരങ്ങിൽ താരമായിരുന്നു കെനി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയതിനൊപ്പം കോളേജിലെ നാടക മത്സരങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ കെനിക്ക് കഴിഞ്ഞു. മദ്രാസ് IITയിൽ നടന്ന നാടക മത്സരത്തിൽ മികച്ച നടനുള്ള സമ്മാനം നേടിയ സന്തോഷം അമ്മയോട് പങ്കുവെക്കാൻ വീട്ടിലേക്ക് പോയ കെനിയെ വിധി ഒരു ട്രക്കിന്റെ രൂപത്തിൽ പിടികൂടി. കാലിന് ഗുരുതരമായി പരിക്കേറ്റ് 3 വർഷത്തോളം റോയപുരത്തെ സർക്കാർ ആശുപത്രി കിടക്കയിൽ കെനി തളയ്ക്കപ്പെട്ടു. കാൽ മുറിച്ചു മാറ്റുന്നത് ഒഴിവാക്കാൻ 23ഓളം സർജറികൾക്ക് വിധേയനായി. എൻ്റെ മകനിനി എഴുന്നേൽക്കുമോ എന്ന ചോദ്യത്തിന് ഡോക്ടർമാർ നൽകിയ മറുപടി കേട്ട് അമ്മ രാജേശ്വരിക്ക് കരച്ചിലടക്കാനായില്ല. ക്രച്ചസുമായി കോളേജിലെത്തി പരീക്ഷ പൂർത്തിയാക്കി മടങ്ങിയെങ്കിലും സിനിമ എന്ന തൻ്റെ ജീവിതാഭിലാഷം ഒരു ചോദ്യചിഹ്നമായി അദ്ദേഹത്തിന് മുന്നിൽ അവശേഷിച്ചു. ആദ്യം 2 ഊന്നുവടികളുടെ സഹായത്തോടെ നടന്നു തുടങ്ങി. പിന്നീടത് ഒന്നായി. ക്രമേണ തൻ്റെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കെനി മടങ്ങിയെത്തി. നടനാകാനുള്ള ആഗ്രഹം കെനിയുടെ കാലുകൾക്ക് ഇരുമ്പിൻ്റെ കരുത്ത് നൽകി. നടനും സംവിധായകനുമായ ത്യാഗരാജൻ അമ്മാവനായി ഉണ്ടായിരുന്നിട്ടും സിനിമയിലേക്കുള്ള കെനിയുടെ വരവിന് അതൊന്നും ഗുണം ചെയ്തില്ല. മകൻ പ്രശാന്തിനെ താരമാക്കാനുള്ള ഓട്ടത്തിനിടെ അനന്തരവൻ്റെ ആഗ്രഹത്തിന് ത്യാഗരാജൻ ചെവി കൊടുത്തില്ലെന്ന് പറയുന്നവരുമുണ്ട്. കെനഡി എന്ന പേരിൽ സിനിമയിൽ അറിയപ്പെടാൻ കെനി ആഗ്രഹിച്ചിരുന്നില്ല. അച്ഛൻ വിനോദരാജിൽ നിന്ന് വിയും സ്വന്തം പേരായ കെനഡിയിൽ നിന്ന് കെയും അമ്മ രാജേശ്വരിയിൽ നിന്ന് രായും എടുത്ത് കെനി വിക്രം എന്ന പേര് സ്വയം സ്വീകരിച്ചു. മോഡലിംഗിൽ ഉണ്ടായിരുന്ന താല്പര്യം ചില ബ്രാൻഡുകളുടെ പരസ്യത്തിലും വിക്രമിനെ എത്തിച്ചു. പിന്നാലെ ഗലാട്ട കുടുംബം എന്ന സീരിയലിലൂടെ സ്ക്രീനിലേക്കുള്ള രംഗപ്രവേശം. തുടർന്ന് 1990-ൽ CB ശ്രീധരൻ സംവിധാനം ചെയ്ത എൻ കാതൽ കൺമണി എന്ന സിനിമയിൽ നായകനാകാൻ വിക്രമിന് അവസരം ലഭിച്ചു. കുട്ടിക്കാലം മുതൽ കണ്ട കനവ് വിക്രം അങ്ങനെ യാഥാർത്ഥ്യമാക്കി. പക്ഷേ വിധിയുടെ വിളയാട്ടം അവിടം കൊണ്ടും അവസാനിച്ചില്ല. നായകനായ ആദ്യ സിനിമ തന്നെ കനത്ത പരാജയം ഏറ്റുവാങ്ങി. തന്തുവിട്ടേൻ എന്നെ, PC ശ്രീരാമിൻ്റെ മീര എന്നീ സിനിമകളിൽ തുടർന്ന് അഭിനയിച്ചെങ്കിലും ഫലം കണ്ടില്ല. പിന്നാലെ അവസരങ്ങൾ തേടി വിക്രം മലയാള സിനിമയിലുമെത്തി. മാഫിയ, ധ്രുവം, സൈന്യം, ഇന്ദ്രപ്രസ്ഥം തുടങ്ങിയ സിനിമകളിൽ നായകനൊപ്പം ഇടയ്ക്കിടെ വന്നുപോകുന്ന ചില റോളുകളിൽ വിക്രം പ്രത്യക്ഷപ്പെട്ടു. തമിഴിൽ അവസരം കുറഞ്ഞതോടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകാൻ വിക്രം നിർബന്ധിതനായി. കാതലനിൽ പ്രഭുദേവിക്കും അമരാവതിയിൽ അജിത് കുമാറിനും കണ്ടുകൊണ്ടേനിൽ അബ്ബാസിനും വിക്രം ശബ്ദ സാന്നിധ്യമായി. സിനിമകളിൽ സഹനടനാകാനും സീരിയലുകളിൽ നായകനാകാനും ധാരാളം അവസരങ്ങൾ വന്നെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ വിക്രം തയ്യാറായില്ല. അക്കൂട്ടത്തിൽ മണിരത്നത്തിന്റെ അലൈപ്പായതിലെ കഥാപാത്രമടക്കം ഉണ്ടായിരുന്നു. ലീഡ് റോളിൽ ഒരു ഹിറ്റ് സിനിമയിൽ പ്രത്യക്ഷപ്പെടാൻ മനസ്സും ശരീരവും പാകപ്പെടുത്തുകയായിരുന്നു ഈ കാലത്ത് വിക്രം. സിനിമയിൽ ഇറങ്ങേറി 10 വർഷം പിന്നിട്ടപ്പോഴും ഒരു ഹിറ്റ് സിനിമ പോലും സമ്മാനിക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് വിക്രമിന്റെ ജീവിതത്തിലേക്ക് സംവിധായകൻ ബാലയുടെ എൻട്രി. സേതു എന്ന സിനിമയ്ക്കായി തല മൊട്ടയടിച്ചും 16 കിലോയോളം ഭാരം കുറച്ചും വിക്രം എല്ലാവരെയും ഞെട്ടിച്ചു. ചിത്രീകരണം അവസാനിച്ചിട്ടും ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടാതെ സേതു 1 വർഷത്തോളം വെളിച്ചം കാണാതെ പെട്ടിയിലിരുന്നു. ഒടുവിൽ 1999-ൽ ചുരുക്കം ചില തിയേറ്ററുകളിൽ സേതു റിലീസ് ചെയ്യപ്പെട്ടു. ബാലയുടെ സംവിധാന മികവ് കൊണ്ടോ വിക്രമിന്റെ പ്രകടനം കൊണ്ടോ സിനിമ കയറി കൊളുത്തി. കണ്ടവരൊക്കെ സേതുവിനെ പുകഴ്ത്തി. കൈയൊഴിഞ്ഞ തിയേറ്ററുകൾ സിനിമയെ തേടിയെത്തി. കരിയറിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച കഥാപാത്രത്തെ വിക്രം പിന്നീട് ഒപ്പം കൂട്ടി.
അന്നു മുതൽ വിക്രം ചെയ്യാൻ വിക്രമായി മാറി. തന്നിലെ നടനെ വെല്ലുവിളിക്കുന്ന കഥാപാത്രങ്ങൾ വരുമ്പോഴെല്ലാം അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഇക്കാലയളവിലെല്ലാം വിക്രം നടത്തിയിരിക്കുന്നത്. സേതുവിൽ തുടങ്ങി പിതാമകനിലും അന്യനിലും അയ്യനും ദൈവത്തിരുമകളിലുമെല്ലാം കണ്ടത് കഥാപാത്രമായുള്ള വിക്രമിന്റെ പരകായ പ്രവേശം. നൊടിയിടയിൽ മിന്നിമറയുന്ന അമ്പിയും അന്യനും റെമോയുമെല്ലാം വിക്രമിനല്ലാതെ മറ്റാർക്കാണ് ഇതിൽ നന്നായി ചെയ്യാനാവുക? അയ്യിലെ ലിംഗേശനെ അവതരിപ്പിക്കാൻ 30 കിലോയോളം ഭാരമാണ് വിക്രം കുറച്ചത്. ഇക്കാലത്ത് കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെയും 2 വർഷത്തോളം കഥാപാത്രത്തിനായി മാറ്റിവെച്ച് ജീവിക്കാൻ വിക്രമിനല്ലാതെ ആർക്കാണ് കഴിയുക? രൂപം കൊണ്ട് കമൽഹാസൻ പലതവണ ഞെട്ടിച്ചപ്പോഴും ഡെഡിക്കേഷൻ എന്ന വാക്കിന് തമിഴ് സിനിമാ ലോകത്ത് വിക്രം ഒരു അളവുകോലായി മാറുകയായിരുന്നു. ഓരോ സിനിമ ചെയ്യുമ്പോഴും കഥാപാത്രമായി മാറാൻ വിക്രം എടുക്കുന്ന അധ്വാനത്തിൻ്റെയും തയ്യാറെടുപ്പുകളുടെയും ഫലമാണ് കരിയറിൽ അയാൾ നേടിയ ഓരോ വിജയവും. ഈ കഥാപാത്രം ചെയ്യാൻ അസാമാന്യമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു നടൻ വേണമെന്നാണെങ്കിൽ തെന്നിന്ത്യയിലെ ഏതൊരു ഫിലിം മേക്കറുടെയും ഫസ്റ്റ് ചോയ്സുകളിലൊന്ന് വിക്രമായിരിക്കും. മറ്റുള്ള താരങ്ങൾ ഒരേ സമയം 2ഉം 3ഉം സിനിമകൾ ചെയ്ത് ലൈവായി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ടോ ലൊക്കേഷൻ സ്റ്റില്ല് കൊണ്ടോ പ്രേക്ഷകരെ ആകാംക്ഷാഭരിതരാക്കുന്ന വിക്രം മാജിക് തന്നെയാണ് ഇതിന് കാരണം. വിക്രമിനൊപ്പമോ അയാളേക്കാൾ മികച്ചതോ ആയ അഭിനേതാക്കൾ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട്. പക്ഷേ അയാൾ ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾക്ക് ഒപ്പമെത്താനോ കഥാപാത്രത്തിനായി ഏത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്ന ഡെഡിക്കേഷനോട് കിടപിടിക്കാനോ ഇതുവരെ ഒരു സൂപ്പർ താരത്തിനും തമിഴകത്ത് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം.